ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ലെന്നിരിക്കെ ആദ്യത്തെ പ്രോഗ്രാമിന് അത്രയും ആളുകളുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ഒരു മാജിക്, ലോ ഓഫ് അട്രാക്ഷൻ മാജിക് ആണ്. കാരണം ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറേ ആളുകൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു എന്നൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് നമ്പർ കൊടുത്തായിരുന്നു. സോ ആളുകൾ വരുന്നു, ആയിരക്കണക്കിന് ആളുകൾ പലയിടത്തും മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ടു, ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു. CAS മൈൻഡ് കെയർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ഫോം ചെയ്തു. ആ കമ്മ്യൂണിറ്റിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആളുകളെയും സുഹൃത്തുക്കളൊക്കെ എൻ്റെ ലീഡർഷിപ്പിലേക്ക് വന്നു. അങ്ങനെ അതിനൊരു UA ചാപ്റ്റർ രൂപപ്പെട്ടു. UA ചാപ്റ്റർ തന്നെ 250-ലേറെ അംഗങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ലീഡർഷിപ്പിൽ 3 ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. വൺ മിസ്റ്റർ ബാവ, വൺ മിസ്റ്റർ പ്രതീഷ്, അതുപോലെ തന്നെ വൺ മിസ്റ്റർ സനൂപ്. ഈ 3 പേരും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നമുക്കൊരു 1 ഡേ നിങ്ങളുടെ ലൈഫിലുണ്ടായ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേക്കും ട്രെയിനിങ് എടുക്കണം അല്ലെങ്കിൽ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല. ഞാൻ ഇനിയും 2-3 വർഷങ്ങൾക്ക് അപ്പുറത്തേ എനിക്കത് സാധിക്കുള്ളൂ.